ഇന്ന് നമുക്ക് രസകരമായ ഒരു കാര്യം നോക്കാം. ഒരു ഗണിത പ്രശ്നമാണ്. നമുക്ക് നോക്കാം. 1ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 1 കിട്ടുന്നു. 1ൽ നിന്നും 0 കുറച്ചാൽ 1 - 0 = 1. ഓക്കെ, 1 + 0 = 1. 1 × 0 = 0. 1 × 0 = 0. അതെങ്ങനെ വരും? 1/0 = അൺഡിഫൈൻഡ്. 1നെ 0 കൊണ്ട് ഭാഗിച്ചാൽ ഉത്തരമില്ല, അൺഡിഫൈൻഡ് ആണ്. ഇതൊക്കെ രസകരമായതല്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? 1ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 1, ശരി. 1ൽ നിന്നും 0 കുറച്ചാൽ 1, ഓക്കെ. 1നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0. 1നെ 0 കൊണ്ട് ഹരിച്ചാൽ അൺഡിഫൈൻഡ് ആണ്. ഇതൊക്കെ ഇനി നോക്കാം. 1/0 = 1. 2/0 = 1. 5/0 = 1. 3/0 1 ആണ്. ഏതൊരു സംഖ്യയുടെയും ഇതുപോലെയാണ്. 1 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. 1/0 1. 5/0 ആണെങ്കിലും 1 ആണ്. ഇതെങ്ങനെയാണ്? ഇതൊക്കെ രസകരമാണ് അല്ലേ? ഇതിനൊക്കെ ശാസ്ത്രത്തിന് ഉത്തരം തരാൻ പറ്റുന്നില്ല. മോഡേൺ മാത്തമാറ്റിക്സ് നമ്മൾ സ്കൂളിലൊക്കെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഇൻ ദ ഈസി മെത്തേഡിൽ ഡു ഇറ്റ് ഇൻ ദ ഈസി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് സ്കൂൾ ക്ലാസ്സുകളിലും കോളേജ് ക്ലാസ്സുകളിലൊക്കെ. ഇപ്പം വലിയ രീതിയിൽ നിരവധി സ്റ്റെപ്പുകൾ വെച്ച് നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യും. ഷോർട്ട് കട്ട് രീതിയിൽ വളരെ വേഗത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് പല പ്രശ്നങ്ങളും. നമുക്ക് എൻട്രൻസിനൊക്കെ ടെസ്റ്റിനൊക്കെ പോകുന്നവർക്കറിയാം ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ. സമയമാണ് അവിടെ വിലപ്പെട്ട സമയം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഷോർട്ട് കട്ട് രീതിയിൽ നമുക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും, ഗണിത പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും. അപ്പം നമുക്ക് വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേദകാലത്ത് ഭാരതത്തിൽ രൂപപ്പെട്ട ഗണിത രീതികൾ, സ്വാമി ഭാരതീകൃഷ്ണ തീർത്ഥജിയുടെ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടെത്തി പഠിക്കാം. അപ്പോൾ എന്തായാലും ഇതിന് മോഡേൺ സയൻസിന് ഉത്തരം, മോഡേൺ ഗണിതത്തിന് മാത്തമാറ്റിക്സിന് ഉത്തരം എന്താണ്? 1/0 അൺഡിഫൈൻഡ്. 1 × 0 = 0. ഇതൊക്കെ രസകരമാണ്. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ? അപ്പോൾ ഇത് എന്തോ ഒക്കെ നിയമം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതൊക്കെ പുറത്ത് വരട്ടെ. 1നെ 0 കൊണ്ട് ഹരിച്ചാൽ അൺഡിഫൈൻഡ്. രസമല്ലേ? ഇതെന്താണിത്? 1നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0. ശരിയാണോ അത്? ഓക്കെ. ആധുനിക കമ്പ്യൂട്ടറുകൾ പോലും 0-ലും 1-ലുമാണ് കിടന്ന് കളിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ആ കമ്പ്യൂട്ടറിൽ കൂടെ വരുന്നത് 0-ഉം 1-ഉം. അപ്പം 0. ഗണിതത്തിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം 0 തന്നെയാണ്. 0 എന്ന് പറഞ്ഞാൽ ഒരു വലയമോ വൃത്തമോ വളയമോ ഒന്നുമല്ല. 0-ത്തിനൊരു മാന്യതയുണ്ട്. 0 കൂടാതെയുള്ള മാത്തമാറ്റിക്സ് എളുപ്പമാണോ? എല്ലാ സംഖ്യയും 0-ത്തിന് നമുക്ക് വേണം. 0 മുതലാണ് എല്ലാം വേണ്ടുന്നത്. ഇപ്പോൾ സംഖ്യകളുടെ കളികൾ നമുക്ക് ഭാരതീകൃഷ്ണ തീർത്ഥജിയുടെ വേദിക് മാത്തമാറ്റിക്സിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. വേദത്തിലാണ് എല്ലാം കിടക്കുന്നത്. ഓക്കെ.